ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ആദ്യകാല മലയാള നാടകം. അപ്പോൾ ആദ്യകാല മലയാള നാടകങ്ങളില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോ മുതലാണ് നമ്മുടെ നാടകം ഉണ്ടായി വന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. പ്രധാനമായിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ മലയാള നാടകവേദി പെട്ടെന്ന് രൂപപ്പെട്ടതൊന്നുമല്ല. മറിച്ച് എന്താണ്, കുറേ കാലത്തിന് ശേഷമാണ് മലയാള നാടകവേദി എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത്. സത്യത്തിൽ നാടകം എന്ന് പറയുന്നതും മലയാള നാടകം എന്ന് പറയുന്നതും മലയാള നാടകവേദി എന്ന് പറയുന്ന മൂന്ന് സംജ്ഞകളും മൂന്നായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് ശ്രമിക്കുക. മലയാള നാടകങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്ന എവിടെ നിന്നാണ്? മലയാള നാടകവേദിയുടെ രൂപീകരണത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ച് പോകുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന നാടകത്തിന് പെട്ടെന്നൊരു ദിവസം നാടകം ഉണ്ടായതല്ല. ഒരു സവിശേഷ കാലഘട്ടത്തിൽ ഒരു സവിശേഷ പ്രവണതയുടെ ഭാഗമായിട്ട് നാടകം രൂപപ്പെട്ട് വന്നതായിരുന്നു. അപ്പോ എന്താണ് ആ പ്രവണത? എന്തൊക്കെയായിരുന്നു ആദ്യകാല മലയാള നാടകങ്ങളുടെ സവിശേഷതകള്? ആരൊക്കെയായിരുന്നു അതിന്റെ ആദ്യകാലത്ത് പ്രവർത്തിച്ചതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. പ്രത്യേകിച്ച് മലയാള നാടകത്തിനെ പറ്റി പറയുമ്പോൾ ആട്ടക്കഥ, അതുപോലെ തന്നെ അനുഷ്ഠാന നാടകങ്ങള്, അതുപോലെ തന്നെ ഫോക്ലോറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, വിവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, നോവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഒക്കെ പഠിക്കുന്നതിന്റെ ഒരു കൂട്ടത്തിലാണ് നമ്മൾ നാടകവും പഠിക്കുന്നത്. അതായത് മലയാള നാടകവേദിയുടെ രൂപീകരണത്തിൽ, മലയാള നാടകം ഉണ്ടാകുന്നതിന് എന്തെല്ലാം സഹായിച്ചിട്ടുണ്ട്? ആട്ടക്കഥകള് സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കഥകളി എന്ന് പറയുന്ന ഒരു ഭാഗം സഹായിച്ചിട്ടുണ്ട്, വിവർത്തനങ്ങള് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ്, പാശ്ചാത്യ വിദ്യാഭ്യാസം, അതിനെ തുടർന്ന് വന്നിട്ടുള്ള വിവർത്തന പ്രക്രിയകളെല്ലാം മലയാള നാടകവേദിയുടെ രൂപീകരണത്തില് സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല മലയാള നാടകവേദിയുടെ രൂപീകരണം സംഭവിക്കുന്ന ഏകദേശം 19-ാം നൂറ്റാണ്ടോടു കൂടിയാണ്. ഒരു കേരളവർമ്മക്കാലം എന്ന് പറയുന്ന ആ ഒരു കാലത്തിന്റെ ഒരു സംഭാവന കൂടിയാണ് മലയാള നാടക വേദി അല്ലെങ്കിൽ മലയാള നാടകം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇതിനു മുമ്പ് മലയാള നാടകം ഉണ്ടായിരുന്നില്ലേ? 19-ാം നൂറ്റാണ്ടിലാണോ മലയാള നാടകം ഉണ്ടായെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും, ഒരിക്കലും അല്ല. കാരണം എന്താ, ഈ നാടകം എന്ന് പറയുന്ന സംഭവം തന്നെ എന്താ, മനുഷ്യൻ കൂട്ടായി ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തില് ആടിയും പാടിയും തുടങ്ങുന്നതൊക്കെ എന്താണ്, നാടകത്തിന്റെ ഓരോരോ പൂർവ്വ രൂപങ്ങളാണ്. അപ്പൊ ആ പൂർവ്വ രൂപങ്ങളിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന മലയാള നാടകവേദിയായിട്ട് ഇത് രൂപീകരിക്കപ്പെട്ട ഒരു 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 സംഭവത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് പറയുന്നത്. മലയാള നാടകവേദി രൂപീകരിക്കാൻ കുറെ കാരണങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അതിലൊന്നാണ് സംസ്കൃത നാടകങ്ങള്, അതുപോലെ തന്നെ പാശ്ചാത്യ നാടകങ്ങള്, ഇത് കൂടാതെ തന്നെ കേരളത്തിലെ ചില തനത് കലാരൂപങ്ങള്, ഇതെല്ലാം കൂടെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള, ഇതെല്ലാം മലയാള നാടകവേദിയുടെ രൂപീകരണത്തില് പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഘടകങ്ങളാണ്. അതായത് നമുക്കിപ്പോ ഒരു നാടകം അല്ലെങ്കിൽ അലങ്കാരം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ടെക്സ്റ്റുകളൊക്കെ എപ്രകാരമുള്ള ടെക്സ്റ്റുകളായിരുന്നു? സംസ്കൃതത്തിൽ ഉണ്ടായിട്ടുള്ള ടെക്സ്റ്റുകളാണ്. പ്രത്യേകിച്ച് ഭരതമുനിയുടെ നാട്യശാസ്ത്രവും അതിനെ തുടർന്ന് വന്നിട്ടുള്ള നാട്യശാസ്ത്രത്തിന്റെ കൂട്ടിച്ചേർക്കലുകളും ഒക്കെ ആയിട്ടുള്ള ഗ്രന്ഥങ്ങളിലാണ് എന്ത് പറയുന്നത്, നാടകം എങ്ങനെയായിരിക്കണം, സംസ്കൃത നാടകങ്ങൾ എങ്ങനെയായിരിക്കണം, സംസ്കൃത നാടകത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നത്. നാടകത്തിന് ലക്ഷണ നിർണയം ചെയ്യുക, നാടകത്തിന് ചില മാനദണ്ഡങ്ങൾ വെക്കുക, ഇതൊക്കെ സംസ്കൃത നാടകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചിട്ടവട്ടങ്ങളിൽ നിന്ന് രൂപീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ നമുക്കറിയുന്നത് ഏതാണ്? നമുക്കറിയുന്ന സംസ്കൃത നാടകങ്ങളും അതുപോലെ തന്നെ പാശ്ചാത്യ നാടകങ്ങളും പിന്നെ കേരളത്തിലെ തനതായിട്ടുള്ള കലാരൂപങ്ങളും നമുക്കറിയാം. അനുഷ്ഠാന കലാരൂപങ്ങളും അല്ലാതെയുള്ള ക്ഷേത്രീയ കലാരൂപങ്ങളിലാണെങ്കിലും അനുഷ്ഠാന കലാരൂപങ്ങളിലാണെങ്കിലും നാടകത്തിന്റെ അംശം പലപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ദാരികവധം, അതുപോലെ തന്നെ പടയണി, പറണേറ്റ്, അങ്ങനെയൊക്കെയുള്ള യാത്രക്കളി, നിങ്ങൾക്കറിയാം ശാസ്ത്രക്കളി, സംഘക്കളി, ചാത്തിരാങ്കക്കളി എന്നൊക്കെ പറയുന്ന യാത്രക്കളിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൈമളുടെ വരവ്, അപ്പോ അതിനെ തുടർന്നുണ്ടാവുന്ന അതായത് ഇതിനുള്ള സംഭാഷണങ്ങള്, അതുപോലെ തന്നെ ചില മെയ് അഭ്യാസങ്ങള്, ഇതൊക്കെ എന്താണ്, നാടകത്തിൻ്റെതായിട്ടുള്ള ഒരു പൂർവ്വരൂപത്തെ കാണിക്കുന്നതാണ്. അല്ലാതെ ഇതിലെല്ലാം നാടകം ഉണ്ടെന്നല്ല പറയുന്നത്. ഒരു സംഭവത്തെ അനുകരിച്ച് കാണിക്കുക അല്ലെങ്കിൽ ഒരു സംഭവത്തെ ആവിഷ്കരിച്ച് കാണിക്കുന്ന ഒരു പ്രവണത ഈ പറയുന്ന കലാരൂപങ്ങളിൽ ഉണ്ടായിരുന്നു. ഇനി
ഇത് പറയുന്നത് ഇതൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ തനത് കലാരൂപങ്ങൾ, അതുപോലെ തന്നെ പാശ്ചാത്യ നാടകങ്ങൾ, സംസ്കൃത നാടകങ്ങൾ എന്ന് പറയുന്നത്. അതിലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വെള്ളരി നാടകങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളരി നാടകം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വെള്ളരി പാടങ്ങളിൽ കാവൽ നിൽക്കുന്ന ആൾക്കാർ അവരുടെ ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അവര് ഓരോരോ കാര്യങ്ങൾ അഭിനയിച്ച് കാണിക്കുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നാടകം എന്ന് പറയുന്ന ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു കലാരൂപം ഇല്ലെങ്കിലും അതിൻ്റെതായിട്ടുള്ള അനുകരണങ്ങളും അതിൻ്റെതായിട്ടുള്ള അംശങ്ങൾ ഉൾക്കൊള്ളുന്ന ധാരാളം പ്രക്രിയകൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ എന്തായിരുന്നു അന്നത്തെ കാലത്ത്? സംസ്കൃത നാടകങ്ങളുടെ ടെക്സ്റ്റുകളായിരുന്നു. പിന്നെന്താണ്? പാശ്ചാത്യ നാടകങ്ങളുടെ കടന്നുവരവ് മലയാള നാടകവേദിയുടെ രൂപീകരണത്തിൽ സഹായിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പാശ്ചാത്യ നാടകങ്ങൾ കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയും അതുപോലെ തന്നെ ഇവിടെ മിഷണറിമാരാൽ ലഭിച്ചിട്ടുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയിൽ നിന്ന് കുറെ ആൾക്കാർ എന്ത് ചെയ്തു? പാശ്ചാത്യ കൃതികൾ വിവർത്തനം ചെയ്തു. അപ്പൊ ലോക സാഹിത്യമായിട്ട് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ബന്ധം ഉണ്ടാവുകയും ലോക സാഹിത്യ കൃതികൾ ഇവിടെ എന്ത് ചെയ്യുന്നു? അവർ മറ്റൊരു രീതിയിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ വിക്ടോറിയൻ നാടകങ്ങളും അതിന്റെ അനുകരണങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ കേരളത്തില് അതിൻ്റെതായിട്ടുള്ള ചെറിയ ചില അംശങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സംസ്കൃത നാടകങ്ങളിൽ നിന്നും പാശ്ചാത്യ നാടകങ്ങളിൽ നിന്നും കേരളത്തിലെ തനത് കലാരൂപങ്ങളിൽ നിന്നാണ് ഒരു മലയാളത്തിൻ്റെതായിട്ടുള്ള ഒരു നാടകവേദി രൂപപ്പെട്ടു വരുന്നത്. അതും എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 19ാം നൂറ്റാണ്ടിൽ സമഗ്രമായിട്ടുള്ള പുരോഗമനം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവണതകൾ എന്തെല്ലാമാണ്? അച്ചടിയുടെയും പത്രപ്രവർത്തനത്തിന്റെയും വികാസം. തുടക്കമല്ല ഞാൻ പറയുന്നത്, വികാസം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു? വിവിധങ്ങളായിട്ടുള്ള കൃതികള്, അതായത് വിവർത്തന കൃതികള് കേരളത്തിലോട്ട് കടന്നു വന്നു. വിദ്യാഭ്യാസത്തിൻ്റെതായിട്ടുള്ള പുരോഗതി, അതുപോലെ തന്നെ കഥയെന്നും നോവലെന്നുമുള്ള പുതിയ ഓരോ സാഹിത്യ പ്രസ്ഥാനങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. മാത്രമല്ല ഒരു ജനതയ്ക്ക് ടോട്ടലി ഉള്ള ഒരു ജനതയ്ക്ക് സ്വത്വബോധം വരികയും ആത്മാവിഷ്കാരം നടത്തുന്ന കൃതികള് കേരളത്തിൽ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് 19ാം നൂറ്റാണ്ട്. മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങള്, സാമൂഹിക പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തു തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ് 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ വേണം. കാലം അതിവേഗം പുരോഗമിച്ച ഒരു കാലഘട്ടമായിരുന്നു 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ട് നടന്നത് എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ ലബ്ധി, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്? പാശ്ചാത്യ സംസ്കാരവുമായിട്ടുള്ള കേരളീയരുടെ അല്ലെങ്കിൽ തദ്ദേശീയരുടെ ഒരു ഇടപഴകൽ ഈ പറയുന്ന കാലഘട്ടത്തിലെ പരിഷ്കരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ ഭാഷാ നാടകങ്ങള്, മലയാള നാടകങ്ങൾ എന്ന് പറയുന്നതും മലയാള നാടകവേദി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോ മലയാള നാടകവേദി എന്ന് ഞാൻ കുറെ പറഞ്ഞു. ഈ നാടകവേദി എന്ന് ഉദ്ദേശിക്കുന്നത് അവതരിപ്പിക്കപ്പെടുന്ന നാടകങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. അതിനു മുമ്പും കുറെ നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എപ്പോഴാണ് മലയാളത്തിൽ ഒരു തനതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള നാടകവേദി എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ 1882 ഈ പറയുന്ന കേരളീയ ഭാഷാ ശാകുന്തളം വിവർത്തനം ചെയ്യുന്നതോടുകൂടിയാണ്. ഒരു കേരളീയൻ എന്നുള്ള ഒരു തൂലികാ നാമം സ്വീകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് അദ്ദേഹം എഴുതുന്നത്. അപ്പോഴല്ല മലയാള നാടകവേദി ഉണ്ടായിട്ടുള്ളത്. മറിച്ച് ഈ അഭിജ്ഞാന ശാകുന്തളം എന്ന കൃതി അത് തിരുവട്ടാർ നാരായണപിള്ള മനോമോഹനം കമ്പനി എന്ന തന്റെ ഈ പറയുന്ന കമ്പനിയിലൂടെ അദ്ദേഹം ആദ്യമായിട്ട് എന്ത് ചെയ്തു? 1892 ഇത് കേരളവർമ്മയുടെ മുൻപാകെ തന്നെ എന്ത് ചെയ്തു? അദ്ദേഹം ഇത് അവതരിപ്പിച്ചു. അവതരിപ്പിച്ച് അത് വിജയിച്ച് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ത് ചെയ്യാണ്? അങ്ങോളം ഇങ്ങോളം അവതരിപ്പിച്ചു കഴിഞ്ഞ് അതിന് ലഭിച്ച ഒരു സ്വീകാര്യതയോട് കൂടിയാണ് എന്ത് സംഭവിക്കുന്നത്? മലയാള നാടകവേദിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ മലയാള നാടകവേദി തുടക്കക്കാരൻ, അമരക്കാരൻ എന്നെല്ലാം പറയപ്പെടുന്നത് ആരെയാണ്? കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാനെയാണ്. അപ്പോ ഡോക്ടർ എൽ തോമസ് കുട്ടിയുടെ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാനേക്കാൾ മലയാള നാടകവേദിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യോജിക്കുക തിരുവട്ടാർ നാരായണ പിള്ളയ്ക്കായിരിക്കും എന്നൊരു അഭിപ്രായം ആര് പറയുന്നുണ്ട്? എൽ തോമസ് കുട്ടി സാറ് പറയുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ കേരളവർമ്മ ഇത് എഴുതിയത് കൊണ്ടല്ല മലയാള നാടകവേദി ഉണ്ടായിട്ടുള്ളത്. അതൊരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പല റെഫറൻസിലും നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? തിരുവട്ടാർ നാരായണപിള്ള അത് രംഗത്തിൽ അവതരിപ്പിച്ചപ്പോഴാണ് അതൊരു നാടകവേദിയായിട്ട് മാറുകയും മാത്രമല്ല എഴുതി കൂട്ടുന്ന നാടകങ്ങൾക്ക് ഒരു അഭിനയ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു പുതിയ അറിവ് അവർക്ക് ലഭിക്കുകയും. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും തോന്നും മലയാള നാടകവേദി ഇങ്ങനെ അവതരിപ്പിച്ചപ്പോ അതിനു മുമ്പും അവതരിപ്പിച്ച നാടകങ്ങൾ ഇല്ലേ എന്നത്. ഉണ്ട്, പല അനുകരണങ്ങളും പല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ ചവിട്ട് നാടകം ഇതിനു മുൻപേ അവതരിപ്പിച്ചു തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് ചവിട്ട് നാടകത്തിലുള്ളത്. അതുപോലെ തന്നെ ഈ സ്റ്റേജ് കെട്ടി നടത്തുന്ന പറണേറ്റ് പോലുള്ള കലകളൊക്കെ എന്താണ് ഈ പറയുന്ന നാടകത്തിന്റെ ആവിഷ്കാരം തന്നെയാണ്. പക്ഷെ ഇവയ്ക്കൊക്കെ എന്താണ് ഒരു മതപരമായിട്ടുള്ള അനുഷ്ഠാനപരമായ ആത്മീയമായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു ഛായയാണ് നൽകിയിട്ടുള്ളത്. ഇതൊന്നും കൂടാതെ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ആക്സസ് കിട്ടുന്ന തരത്തിൽ നാടകത്തിനെ മാറ്റിയെടുത്തത് അല്ലെങ്കിൽ അവതരണത്തിന് യോഗ്യമാക്കി മാറ്റിയെടുത്തത് തിരുവട്ടാർ നാരായണപിള്ളയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആദ്യകാല നാടകങ്ങളിൽ നിന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും എന്ത് ചെയ്യണം, ഈ ചോദ്യങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും ഈ ചോദ്യങ്ങളെ ഇങ്ങനെയും കൂടെ ചിന്തിക്കാനുള്ള ഒരു ഒരു ധാരണയാണ് തരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു സംസ്കൃത നാടകങ്ങള്, പാശ്ചാത്യ നാടകങ്ങള്, അതുപോലെ തന്നെ എന്താ കേരളത്തിലെ തനത് കലാരൂപങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് മലയാള നാടകവേദിയെ രൂപീകരിച്ചെടുത്തത് എന്ന് പറയുന്നത്. പാശ്ചാത്യ നാടകങ്ങൾ എന്ന് പറയുമ്പോൾ അത് തന്നെയാട്ടോ ഈ ചവിട്ട് നാടകങ്ങളും വിവർത്തന നാടകങ്ങളും, ഷേക്സ്പിയറിന്റെ വിവർത്തന നാടകങ്ങളും മറ്റ് നാടകങ്ങളൊക്കെ വരുന്നത് പാശ്ചാത്യം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ്? സംസ്കൃത നാടകങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. നാടകം ആദ്യകാലത്ത് എങ്ങനെയാണ് നാടകം രൂപപ്പെട്ടു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കൈവഴികളിലൂടെയാണ് ഭാഷാ നാടകം കടന്നു വന്നിട്ടുള്ളത്. ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു നാടകങ്ങളുടെ രൂപം? എങ്ങനെയായിരുന്നു? സംസ്കൃത നാടകങ്ങളുടെ പരിഭാഷ മാത്രമായിരുന്നു. ഈ പരിഭാഷ എന്ന് പറയുന്ന സംഭവം അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു സാധനമായിരുന്നില്ല. അതായത് അവതരിപ്പിക്കേണ്ട ലെവലിൽ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് പോലെയുള്ളതോ നാടകത്തിന്റെ സംഭാഷണം എന്നുള്ള രീതിയിലോ ആയിരുന്നില്ല സംസ്കൃത നാടകങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പകരം എങ്ങനെയായിരുന്നു? കാളിദാസന്റെ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് ഉള്ളത്, ആ ടെക്സ്റ്റിനെ അതേപോലെ മലയാളീകരിക്കുകയായിരുന്നു, മലയാളത്തിലേക്ക് മാറ്റുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് കാരണം ഈ എഴുതുന്ന ആൾക്കാരൊന്നും ഇത് നാളെ രംഗത്തിൽ അവതരിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി വിവർത്തനം ചെയ്തിട്ടുള്ളവ ആയിരുന്നില്ല. അപ്പൊ എന്തായിരുന്നു ആദ്യകാലത്തെ നാടകങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? ആദ്യകാലത്ത് സംസ്കൃത നാടകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലുണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണ്? പുരാണം അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സംസ്കൃത നാടകങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. പിന്നെ സ്വതന്ത്ര നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥാക്കുന്നത്? എന്താണ് സ്വതന്ത്ര നാടകം എന്ന് പറഞ്ഞാൽ? ഈ പുരാണത്തിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന അനുകരണത്തിന്റെയോ വിവർത്തനത്തിന്റെയോ ആവശ്യമില്ലാതെ എന്ത് ചെയ്യാണ്? സ്വതന്ത്രമായിട്ട് എഴുതുന്ന നാടകങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രഹസനങ്ങൾ എന്ന് പറഞ്ഞാൽ സാമൂഹിക വിമർശനം നടത്തുന്ന രീതിയിൽ ഹാസ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതുന്ന രീതിയിലുള്ള ഒരു നാടകത്തിന്റെ ഒരു ടൈപ്പിനെയാണ് പ്രഹസനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പാശ്ചാത്യ നാടകങ്ങളുടെ വിവർത്തനം. പാശ്ചാത്യ നാടകങ്ങളുടെ ആരുടെ വിവർത്തനമാണ് നടത്തുന്നത്? ഷേക്സ്പിയർ നാടകങ്ങളുടെ വിവർത്തനം നടത്തുക. പിന്നെ സംഗീത നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ തമിഴ് സംസ്കാരവുമായി മലയാളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നാടകങ്ങളാണ് സംഗീത നാടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ, സംസ്കൃത നാടകങ്ങളുടെ പരിഭാഷ ആദ്യം ഉണ്ടായി. അതേ കാലഘട്ടത്താണ് സ്വതന്ത്ര നാടകങ്ങൾ ഉണ്ടാകുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് പ്രഹസനങ്ങൾ ഉണ്ടാകുന്നത്. അതേ കാലഘട്ടത്തിലാണ് പാശ്ചാത്യ നാടകങ്ങൾ ഉണ്ടാകുന്നത്. ഏകദേശം അതേ കാലഘട്ടത്തിലാണ് സംഗീത നാടകങ്ങളും ഉണ്ടാകുന്നത്. 1892, 93, 94 കാലഘട്ടങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ സംസ്കൃത നാടകങ്ങളുടെ പരിഭാഷയും സ്വതന്ത്ര നാടകങ്ങളുടെ പരിഭാഷയും പ്രഹസനങ്ങളുടെ കടന്നുവരവും പാശ്ചാത്യ നാടകങ്ങളുടെ വിവർത്തനങ്ങളും ചില സംഗീത നാടകങ്ങളും ഉണ്ടായിട്ടുള്ളത് ഈ 1892 മുതൽക്കുള്ള കാലഘട്ടം.
1891, 92, 93 കാലഘട്ടങ്ങളിലൊക്കെ ഈ 5 തരത്തിലുള്ള നാടകങ്ങളുടെയും ഒരു അതിപ്രസരം നടന്നിട്ടുണ്ടായിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു അതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം വരികയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പരീക്ഷയിൽ ഇങ്ങനെയാട്ടോ ചോദ്യം വരുന്നത്. ആദ്യകാല നാടകങ്ങള് മലയാളത്തിലെ ആദ്യകാല നാടകങ്ങള് അവതരണ യോഗ്യമായിരുന്നില്ല. കാര്യമാണ് ഇത് കൊടുക്കുന്നത്. കാര്യം ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കുക. ആദ്യകാല മലയാള നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കാൻ പ്രാപ്തമായിരുന്നില്ല. അപ്പൊ അതിന് കാരണമായിട്ട് കൊടുക്കുന്നത്, കാരണം ഒന്ന് ഇങ്ങനെയായിരിക്കും: ആദ്യകാലത്തെ ആദ്യകാലത്തെ നാടക രചയിതാക്കൾ അവതരണത്തിന് ഉദ്ദേശിച്ചു കൊണ്ടായിരുന്നില്ല പരിഭാഷകൾ നടത്തിയത്. കാരണം 2, ആദ്യകാല നാടകങ്ങൾ വെറും അനുകരണങ്ങൾ മാത്രമായിരുന്നു. അനുകരണങ്ങൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഒരു ട്രെൻഡിനനുസരിച്ച് മാത്രമായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്മളോട് ചോദിക്കുന്നത് ഇതിലെ കാര്യം ശരി, കാരണം 2 ശരി, കാര്യം ശരി, കാരണം 1 ശരി, കാര്യം ശരി, കാരണം 2 ശരി, കാര്യം ഭാഗികമായി ശരി, കാരണങ്ങൾ പൂർണ്ണമായും ശരി, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലായിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ള ആൻസർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചിന്തിച്ച് എടുക്കേണ്ടത്. ചിലപ്പോൾ എന്താ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, പലപ്പോഴും ഒരു കൂടിയ റേഞ്ചിലുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിലാകെ പഠിച്ചു വെച്ചിട്ടുള്ളത് കുറച്ച് സംസ്കൃത നാടകങ്ങളും അതിന്റെ പരിഭാഷകളും അതിന്റെ വർഷം മാത്രം പഠിച്ചാൽ പോരാ. പകരം എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ചോദ്യത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഇങ്ങനെയും ചിന്തിക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കാം? കാര്യം ശരി, കാരണം 1ഉം 2ഉം ശരിയാണ്. കാരണം എന്താണ്? ആദ്യകാലത്ത് സംസ്കൃത നാടകങ്ങള് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരൊന്നും ഭാവിയിൽ ഇത് അവതരിപ്പിക്കാൻ കൊള്ളും എന്ന രീതിയിലായിരുന്നില്ല. ഭാവിയിൽ അവതരിപ്പിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയേ ആയിരുന്നില്ല ആദ്യകാലത്ത് ആൾക്കാർ സംസ്കൃത നാടകങ്ങള് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, തങ്ങൾക്ക് ഇത്ര നല്ല രീതിയിൽ വൃത്താനുവൃത്ത പരിഭാഷപ്പെടുത്താൻ പറ്റും, പദാനുപത പരിഭാഷപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു അവരുടേതായിട്ടുള്ള ഒരു എക്സലൻസ് കാണിക്കാൻ വേണ്ടിയായിരുന്നു അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, അന്ന് വിവർത്തനം ചെയ്യുക, പുസ്തകം രചിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു സമൂഹത്തിലെ ഒരു വിഭാഗക്കാരുടെ കേവല വിനോദം മാത്രമായിരുന്നു. ഈ വെൺമണി പ്രസ്ഥാനത്തിലൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് എന്താണ്? അവർക്ക് ഈ പറയുന്ന കാവ്യമർമ്മം അനുസരിച്ച് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ധർമ്മം അനുസരിച്ച് എഴുതുന്ന ആൾക്കാരൊന്നുമല്ല. അവരുടെ വിനോദത്തിന് വേണ്ടി അവർ എഴുതി. അതുപോലെ തന്നെ വിവർത്തനം ഒരു വിനോദമായി പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ പരീക്ഷിച്ചിരുന്ന ആൾക്കാര് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല, കേരളവർമ്മ ഈ പറയുന്ന സംസ്കൃതത്തിലുള്ള, അതായത് അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതോടുകൂടി എന്താ ചെയ്തത്? കുറെ ആൾക്കാര് ഈ പറയുന്ന ശാകുന്തളം തന്നെ വിവർത്തനം ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇതേ സംഭവം നോവലിൽ നടന്നിട്ടുണ്ട്, ഇതേ സംഭവം വിവർത്തനത്തിന് നടന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ദുലേഖ വിജയിച്ചതോടുകൂടി ഇന്ദുമതി, ഹേമലത, സ്നേഹലത എന്നിങ്ങനെയൊക്കെയുള്ള പേരിലുള്ള എന്ത് ചെയ്യുന്നു, ഇന്ദുലേഖ അനുകരണ നാടകങ്ങൾ കടന്നു വരാൻ തുടങ്ങി. അതൊരു ട്രെൻഡായിട്ട് മാറി. അതുപോലെ തന്നെ അക്ബർ വിവർത്തനം ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ പറയുന്ന പോലെ അസുരകേസരി, മറ്റേ ജീൻ വാൽജീന്റെ അസുരകേസരി, അതുപോലെ തന്നെ വേറെയുള്ള കുറെ നാടകങ്ങൾ, കിങ് ലെയർ പോലുള്ള നാടകങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള നോവലുകൾ ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? മലയാളത്തിലേക്ക് ഒരു ട്രെൻഡ് പോലെ എന്ത് ചെയ്യാൻ തുടങ്ങി? വിവർത്തനം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ളതുപോലെ ഈ സംസ്കൃത നാടകങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതും അന്നൊരു ട്രെൻഡായിരുന്നു. ഈ ട്രെൻഡിനെല്ലാം തുടക്കം കുറിക്കുന്ന എപ്പോഴും ആരായിരിക്കും? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ തന്നെയാണ്. അപ്പോ അത്തരത്തില് ഉള്ള പരിഭാഷകളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? നമ്മുടെ മലയാളത്തില് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ പരിഭാഷകൾ നടത്തുന്ന സമയത്ത് ഈ പരിഭാഷകൾക്കുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമ്മളുടെ മലയാളത്തിലുള്ള സംസ്കൃത സ്വാധീനം എപ്രകാരമാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പൊ സംസ്കൃതത്തിലുള്ള ചില ഘടകങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. പ്രധാനമായിട്ട് ദശരൂപകങ്ങള്, നാടക ഘടകങ്ങള്, അതുപോലെ തന്നെ എന്താ പറയാ, ഈ പറയുന്ന അഭിനയ രീതികൾ എന്നുള്ളതിനെ പറ്റിയിട്ട് കോമൺ ആയിട്ട് നിങ്ങൾ പഠിക്കുക. ദശരൂപങ്ങൾ ഈ ഭാഗത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? നാടകത്തിനുള്ള ഘടകങ്ങൾ, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം?
പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാടക ഘടകങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയുന്ന സമയത്ത് തന്നെ മനസ്സിലാകും എന്ത് തരത്തിലുള്ള ചോദ്യമാണ് ഇതിൽ വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതും ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞു തരാം. അപ്പൊ സംസ്കൃത നാടകത്തിന്റെ സ്വാധീനത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഭരതമുനിയുടെ നാട്യശാസ്ത്രം, അതിനുശേഷം വളരെ ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥമായിട്ട് എടുക്കുന്ന ഏതാണ്? ധനഞ്ജയന്റെ ദശരൂപം എന്നുള്ള ഒരു ഗ്രന്ഥമാണ് എടുക്കുന്നത് എന്നുള്ളത് അറിയാം. നിങ്ങൾക്കറിയാം നാടകം, രൂപകം, അംഗം, പ്രകരണം, ഈഹാമൃഗം, ഡിമം, സമവകാരം, ബാണം, പ്രഹസനം, വീതി, വ്യായോഗം, ഇങ്ങനെയുള്ള 10 തരത്തിലുള്ള രൂപങ്ങളാണ് ഉള്ളത്. അതായത് നാടകത്തിനെ പോലെ തന്നെയുള്ള രൂപങ്ങളെയാണ് എന്ത് പറയുന്നത്? ദശരൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതില് പറയുന്നതിന് ശോകരസമാണ് ഉള്ളത്. ഒറ്റ അംഗം മാത്രം ഉള്ളത് കൊണ്ടാണ് ഇതിന് അംഗം എന്ന പേരുള്ളത്. ഓക്കെ, ഒറ്റ അംഗം മാത്രമുള്ള ശോകരസപ്രധാനമായിട്ടുള്ള ഒരു രൂപകമാണ് അംഗം എന്നത്. പിന്നെ പ്രകരണം എന്ന ഭാഗം, പ്രകരണം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന രാജാവിന്റെ താഴെ, അതായത് രാജാവിനേക്കാൾ കുറവ് പ്രാധാന്യമുള്ള ആൾക്കാരുടെ, ഇടത്തരക്കാരുടെ, അതാണ് ഉള്ളത്, ഇടത്തരക്കാരുടെ ജീവിതം ആവിഷ്കരിക്കുന്ന ഒരു രൂപകമാണ് ഈ പറയുന്ന പ്രകരണം എന്ന് പറയുന്ന രൂപകം. പിന്നെന്താ, ഈ പറയുന്ന ഈഹാമൃഗം, അതായത് ഒരു സ്ത്രീയുടെ പിന്നാലെ 2 നായകന്മാര് എന്ത് ചെയ്യാണ്, പ്രേമിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകരണമാണ് ഈഹാമൃഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രഹസനം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന കോമഡിക്കും അതുപോലെ തന്നെ സാമൂഹിക വിമർശനത്തിനും. കോമഡിക്കാണ് കുറച്ചുകൂടി, കോമഡി എന്ന് പറഞ്ഞാൽ ഹാസ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് പ്രഹസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ദേവന്മാരുടെയും അസുരന്മാരുടെയും എന്താ പറയാ, പോരിന്റെ കഥ പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതിവൃത്തങ്ങൾ എടുക്കുന്നതാണ് സമവകാരം എന്ന് പറയുന്ന ഒരു ദശരൂപകം. അതുപോലെ തന്നെ രൗദ്രരസമുള്ള ഒരു രൂപകമാണ് ഡിമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഏതാണ് പറയാനുള്ളത്? പിന്നെ ബാണത്തിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏക അംഗമാണ് ബാണം. അംഗവും ബാണവും ഒറ്റ അംഗം മാത്രമായിരിക്കും ഉണ്ടാവുക. ശോകമുള്ളത് ഏതിലാണ്? ഈ പറയുന്ന അംഗത്തിലാണ് ഉണ്ടാവുക. ബാണത്തില് ശൃംഗാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരൊറ്റ ക്യാരക്ടർ മാത്രമാണ് എന്തിൽ വരിക? ഈ പറയുന്ന ബാണത്തില് കടന്നു വരുന്നത്. പിന്നെ ഇപ്പൊ ഏതാണ് പറയാനുള്ളത്? ഈ പറയുന്ന പോലെ ഈ ദശരൂപകങ്ങളും അതിൽ വരുന്ന രസങ്ങൾ നിങ്ങൾ പഠിക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് വരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ പൗരസ്ത്യ നാടകവേദി അല്ലെങ്കിൽ പൗരസ്ത്യ കാവ്യശാസ്ത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാ, ലീലാതിലകത്തിലെ ലീലാതിലകകാരൻ അംഗീകരിക്കാത്ത രസങ്ങൾ ഏത്? അതുപോലെ തന്നെ ഭരതമുനി അംഗീകരിക്കാത്ത അലങ്കാരങ്ങൾ ഏത്? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത് പോലെ ദശരൂപങ്ങളിൽ നമുക്ക് എന്ത് ചോദിക്കാം? ഇപ്പൊ രൂപകം എന്ന് പറഞ്ഞപ്പോ ഒരു ചേരുംപടി ചേർക്കാനാന്ന് വിചാരിക്കുക. രൂപകം, അതിന്റെ രസം ഏതാണ്? നാടകം, അതിന്റെ രസം ഏതാണ്? അംഗം, അതിന്റെ രസം ഏതാണ്? പ്രകരണം, അതിൽ എത്ര അംഗങ്ങളുണ്ട്, എത്ര കഥാപാത്രങ്ങളുണ്ട് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഇവയുടെ എല്ലാം തന്നിട്ട് ഇവയുടെ ഇതിവൃത്തങ്ങളെ നൽകിയിട്ട് ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാം. ഇതുവരെ അങ്ങനെയുള്ള ഒരു ചോദ്യം വന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അതെന്താ അത്ര ഉറപ്പിച്ച് പഠിച്ചോളാൻ എനിക്ക് പറയാൻ പറ്റാത്തത്. ഇതുപോലെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, വന്ന് കണ്ടിട്ടില്ല. പക്ഷെ എല്ലാത്തിനെ പറ്റിയിട്ട് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കുന്നത് നല്ലതാണ്. പക്ഷെ നാടക ഘടകങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ദശരൂപങ്ങൾ എന്താന്നുള്ളത് മാത്രം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. നാടക ഘടകങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. നാടകത്തിന് ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങളാണ് അർത്ഥോപക്ഷേപങ്ങള്, നാന്ദി, പ്രസ്താവന, പഞ്ചസന്ധി, നാട്യോക്തി, അഭിനയ രീതി മുതലായിട്ടുള്ളവ. ഇതില് നാന്ദിയും പ്രസ്താവനയും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നാന്ദിയും പ്രസ്താവനയും നന്നായിട്ട് ശ്രദ്ധിക്കുക. പഠിക്കുക എന്നുള്ളതിനേക്കാളും എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഇതില് അർത്ഥോപക്ഷേപം എന്ന് ഉദ്ദേശിക്കുന്നത്, ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അതൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത്
വെക്കുക കേട്ടോ. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. അതായത് നാടകത്തിന് ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് നാടകത്തില് ഒക്കെ ഈ പറയുന്ന ദശരൂപങ്ങളും നാടക ഘടകങ്ങളൊക്കെ ഏതിലാ വരുന്നത് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? ഇത് സംസ്കൃത നാടകത്തിലാണ് ദശരൂപങ്ങള്, നാടക ഘടകങ്ങള്, അഭിനയ രീതി, ഇതിനെ പറ്റിയിട്ടുള്ളൊക്കെ കണ്ടീഷൻസ് എല്ലാം വെക്കുന്ന ഇതിലാണ്, സംസ്കൃത നാടകങ്ങളിലാണ് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇതില് അർത്ഥോപക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. രംഗത്ത് ചില കാര്യങ്ങൾ അറിയിക്കണം. എല്ലാ കാര്യങ്ങളും നാടകത്തിൽ നേരിട്ട് വന്ന് പറയാൻ പറ്റൂലല്ലോ. പകരം രംഗത്തിൽ ചില കാര്യങ്ങൾ അറിയിക്കണം. ആ അറിയിക്കാനുള്ള വഴികളെയാണ് ഈ പറയുന്ന അർത്ഥോപക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. അതില് ഈ രംഗത്തിലുള്ള കാര്യങ്ങളെ, സംഗതികളെ അറിയിക്കാൻ സ്വീകരിക്കുന്നതാണ് ഈ പറയുന്ന പോലെ അർത്ഥോപക്ഷേപങ്ങൾ. ഇതിനും കാറ്റഗറികളുണ്ട്. ഈ പറയുന്ന വിഷ്കംഭം, അംഗമുഖം, ചൂളിക, അംഗാവതാരം, പ്രവേശകം എന്നിങ്ങനെ 5 തരത്തിൽ എന്തുണ്ട്, അർത്ഥോപക്ഷേപങ്ങളുണ്ട്. ഒന്നുകൂടെ പറയാം. വിഷ്കംഭം, അംഗമുഖം, ചൂളിക, അംഗാവതരണം, പ്രവേശകം, ഇങ്ങനെയുള്ള 5 തരത്തിലാണ് അർത്ഥോപക്ഷേപങ്ങൾ ഉള്ളത്. അർത്ഥോപക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ നാടകത്തിലുള്ള സംഗതികളെ രംഗത്തിൽ ഉള്ള ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് ഈ പറയുന്ന അർത്ഥോപക്ഷേപം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതില് ആദ്യം പറഞ്ഞുല്ലോ വിഷ്കംഭം എന്ന് പറയുന്നത്, അത് ഇത്രയേ ഉള്ളൂ. ഈ നടന്ന കാര്യങ്ങളോ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളോ, അതായത് ഈ പറയുന്ന നടക്കാൻ പോകുന്ന കാര്യങ്ങളോ അതുപോലെ തന്നെ നടന്നു കഴിഞ്ഞ കാര്യങ്ങളോ ആയിട്ടുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ ആ പറയുന്ന കഥയുടെ ആ ഒരു കണ്ടന്റിനെ ചുരുക്കി പറയുന്നതിനെയാണ് വിഷ്കംഭം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി കഥയിലെ ഫുൾ കാര്യങ്ങൾ പറയാതെ കുറച്ച് എന്താ പറയാ, കുറച്ച് അതായത് എല്ലാത്തിനെ പറ്റിയിട്ട് ചുരുക്കി, അതായത് ഇപ്പൊ ഒരു 1 ലൈൻ പറയാന്ന് പറയുന്നത്, ഒരു സിനിമ നമ്മൾ കാണുന്നു, അപ്പൊ അതിന്റെ ഒരു 1 ലൈൻ പറയുന്നത് പോലെ ഒരു നാടകത്തിനെ പറ്റിയിട്ടുള്ള ഒരു 1 ലൈൻ പറയുന്നതിനെയാണ് ഈ രണ്ടാമത് പറയുന്ന അംഗമുഖം എന്നത് അതിനെ കുറിച്ച് പറയുന്നത്. ഇത് കഥാപാത്രങ്ങൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നടക്കാൻ പോകുന്ന നാടകത്തിന്റെ ഒരു 1 ലൈൻ പറയുന്നത് കഥാപാത്രങ്ങൾ തമ്മിലാണ്. അതിനെയാണ് അംഗമുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അണിയറയിൽ, അതായത് ഈ പറയുന്ന അണിയറയിൽ നിന്ന്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കഥയെ പറ്റിയിട്ടുള്ള, നടക്കാൻ പോകുന്ന കഥയെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇതിവൃത്തത്തെ പറ്റിയിട്ടുള്ള സൂചന നൽകുന്നതിനെയാണ് ചൂളിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അംഗാവതാരം എന്നതാണ്. അംഗാവതാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അംഗത്തിന്റെ അവസാനം കഥാപാത്രങ്ങള് സംസാരിച്ച കാര്യങ്ങൾ വെച്ച് അടുത്ത അംഗത്തിന്റെ തുടങ്ങുന്നതിനെയാണ് അംഗാവതാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സീൻ ഉണ്ടല്ലോ, ഒരു രംഗത്തിൽ കഥാപാത്രങ്ങൾ സംസാരിച്ചു വെച്ച കാര്യങ്ങളിൽ നിന്ന് അടുത്ത അംഗം തുടങ്ങുന്നതിനെയാണ് അംഗാവതാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 അംഗങ്ങൾക്കും ഇടയിൽ വന്നിട്ട് കഥാഗതിയെ സൂചിപ്പിക്കുന്നതിനെയാണ് ഈ അവസാനം ഞാൻ പറഞ്ഞിട്ടുള്ള പ്രവേശകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഈ വക കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെച്ചോ. അതും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഈ ഇൻ കേസ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാത്തിനെ പറ്റിയിട്ടും ചെറിയൊരു ധാരണ വേണം. ഇത്രയേ ഉള്ളൂ. നടന്ന കാര്യമോ നടക്കാനിരിക്കുന്ന കാര്യമോ ചുരുക്കി പറയുന്നതിനെയാണ് വിഷ്കംഭം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? നടന്നതിനെ പറ്റിയിട്ടുള്ള, അതായത് ഈ പറയുന്ന കണ്ടന്റിനെ പറ്റിയിട്ട് ചുരുക്കി പറയുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനെ പറ്റിയിട്ടുള്ള ഒരു 1 ലൈൻ പറയുന്നതിനെയാണ് അംഗമുഖം എന്ന് പറയുന്നത്. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇതിവൃത്തത്തിനെ പറ്റിയിട്ടുള്ള സൂചന കൊടുക്കുന്നതിനെയാണ് ചൂളിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അംഗാവതാരം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു അംഗത്തിൽ നടന്ന സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് അടുത്ത അംഗം സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് അംഗാവതാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 അംഗങ്ങൾക്ക് ഇടയിൽ, അതായത് ഫസ്റ്റ് അംഗവും സെക്കൻഡ് അംഗവും, നിങ്ങൾ ഒരു അംഗം എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല കേട്ടോ, ഫസ്റ്റ് രംഗവും സെക്കൻഡ് രംഗത്തിനും ഇടയിൽ വന്ന് അടുത്ത് നടക്കാൻ പോകുന്ന, അതായത് ഈ കഥയിലെ ഇതിവൃത്തത്തെ പറ്റിയിട്ടുള്ള സൂചന കൊടുക്കുന്നതിനെയാണ് ഈ പറയുന്ന പ്രവേശകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അർത്ഥോപക്ഷേപങ്ങൾ ഇതാണ്. അർത്ഥോപക്ഷേപങ്ങൾ നാന്ദി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അതായത് ഈ പറയുന്ന പോലെ
നാടകത്തിന്റെ ഫസ്റ്റ് ദേവതകളെയും അതുപോലെ തന്നെയുള്ള ദേവന്മാരെയൊക്കെ ആശീർവദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പറയുന്ന എന്താ പറയാ ആശീർവചന രൂപത്തിൽ ഒരു നമസ്കാരം ചെയ്തുകൊണ്ട് തുടങ്ങുന്ന, പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ചടങ്ങാണ് നാന്ദി എന്ന് പറയുന്ന ഒരു ഭാഗം. ഇത് സൂത്രധാരനാണ് ഇത് ചൊല്ലുക. ഓക്കെ, സൂത്രധാരനോ അല്ലെങ്കിൽ വിദൂഷകനോ ആയിരിക്കും നാന്ദി ചൊല്ലുക. അതിനുശേഷമാണ് എന്താവുന്നത്, പ്രസ്താവന നടക്കുന്നത്. പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒന്നല്ലെങ്കിൽ വിദൂഷകൻ അല്ലെങ്കിൽ അഭിനേതാക്കള്, ഇവരിൽ ആരെങ്കിലും വന്നിട്ട് ഇതിവൃത്തത്തിനെ പറ്റിയിട്ട് സൂചന കൊടുക്കുന്നതിനെയാണ് ഈ പറയുന്ന പ്രസ്താവന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ കഥകളിയിൽ പലവിധ ചടങ്ങുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ പുറപ്പാട് എന്നുള്ള ഒരു ചടങ്ങുണ്ട്. പുറപ്പാട് എന്നുള്ള ചടങ്ങ് എന്താണ്? തിരശീല നീക്കി കഥാപാത്രങ്ങൾ രംഗത്ത് വന്ന് വരുന്നതിനെയാണ് ഈ പുറപ്പാട് എന്ന് പറയുന്നത്. ഏകദേശം പ്രസ്താവനയും ഇതിന് സമാനമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണ് പ്രസ്താവനയും. ഓക്കെ, പിന്നെയാണ് പഞ്ചസന്ധികൾ. നിങ്ങൾക്കറിയാം, മുഖം, പ്രതിമുഖം, അതുപോലെ തന്നെ ഗർഭം, വിമർശം, നിർവഹണം എന്നുള്ള 5 ഘട്ടങ്ങളിലാണ് ഈ പഞ്ചസന്ധി എന്ന് പറയുന്നത്. മുഖം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ കഥ നടക്കുന്നത്, ആരാണ് നായിക നായകന്മാര് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ധാരണ കൊടുക്കുന്നതിനെയാണ്, ഒരു ഇൻട്രോനെയാണ് മുഖം എന്നത് പറയുന്നത്. പ്രതിമുഖം എന്ന് പറയുന്നത് എന്താണ്? ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടത്തെയാണ് പ്രതിമുഖം എന്ന് പറയുന്നത്. ഗർഭം എന്ന് പറയുന്നത് എന്താണ്? ഈ കഥ സ്റ്റാർട്ട് ചെയ്ത് ഇതൊരു സംഘർഷത്തിൽ, ഒരു ക്രൂഷ്യൽ അവസ്ഥയിൽ നിൽക്കുമല്ലോ, ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു പറയുന്ന ഒരു ഉച്ചസ്ഥായിയിൽ എത്തുന്നതിനെയാണ് ഗർഭം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിമർശം എന്നതുകൊണ്ട് എന്താണ്? പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ള ആ ഒരു ഒരു പ്രവണതയും ആ ഒരു ഘട്ടത്തെയാണ് ഈ പറയുന്ന വിമർശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിർവഹണം എന്ന് പറയുന്നത് എന്താണ്? ക്ലൈമാക്സ് ആണ് നിർവഹണം എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് നാട്യോക്തികള്. നാട്യോക്തികൾ എന്ന് പറയുന്നത് ആത്മഗതം, പ്രകാശം, ജനാന്തികം, അപവാരിതം, പിന്നെ ആകാശഭാഷിതം. ഇങ്ങനെയാണ് നാട്യോക്തികൾ ഉള്ളത്. അന്തർഗതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പഴയ നാടകങ്ങളുടെ സ്ക്രിപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ആത്മഗതം ഉണ്ടാവും, പ്രകാശം ഉണ്ടാവും. ആത്മഗതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങളാണ് ആത്മഗതം. ആത്മഗതം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങളാണ് ആത്മഗതം. നമ്മൾ വാഗൊണ്ട് എല്ലാവരും കേൾക്ക് തുറന്നു പറയുന്നതിനെയാണ് പ്രകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല സ്ക്രിപ്റ്റുകൾ നോക്കുന്ന സമയത്ത് ആത്മഗതം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നടന്നു പോകുന്നു, അല്ലെ വേണ്ട, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ കൂടെ നടക്കുമ്പോഴാണ് നിങ്ങളെ കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും, ഒമ്പടി വള്ളി, ഇവളുടെ വിചാരം എന്താ, നിങ്ങളുടെ വിചാരം എന്താ, എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല, പക്ഷെ എന്താ എൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ അതെന്താണ്? ആത്മഗതം എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. ആത്മഗതം എന്ന് പറഞ്ഞ ഉള്ളിൽ പറയുന്നത്, പ്രകാശം പറഞ്ഞ തുറന്നു പറയുന്നതിനെയാണ് പ്രകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റാരും കേൾക്കാതെ, അതായത് ഒരു രംഗത്തിൽ ഒരുപാട് പേരുണ്ടെന്ന് വിചാരിക്കുക, അതിൽ ആരും കേൾക്കാതെ 2 പേര് പരസ്പരം മാത്രം ഒരു രഹസ്യമായിട്ട് സ്വകാര്യമായിട്ട് പറയുന്ന ഡയലോഗുകളെയാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന ജനാന്തികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനാന്തികം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു രംഗത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷെ 2 പേര് മാത്രം സ്വകാര്യത്തിൽ പറയുന്ന സംഭാഷണമാണ് ജനാന്തികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ രംഗത്ത് ഒരുപാട് പേരുണ്ടെന്ന് വിചാരിക്കുക, അതിൽ ഒരാളെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരാളോട് മാത്രം പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? അപവാരിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാവാൻ ഒരു എളുപ്പ കാര്യം പറയാം. അഭിജ്ഞാന ശാകുന്തളത്തില് ശകുന്തള തന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ പോകുന്നുണ്ട്. കൊട്ടാരത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ശകുന്തള ദുഷ്യന്തനോടാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് ഏതിന് ഉദാഹരണമാണ്? അപവാരിതത്തിന് ഉദാഹരണമാണ്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന തോന്നുന്നത്. ഇനി അശരീരിയാണ് ആകാശഭാഷിതം എന്ന് പറയുന്നത്. ഈഡിപ്പസിന്റെ നാടകത്തിലൊക്കെ ഈ കുഞ്ഞിനെ ലഭിക്കുന്ന സമയത്ത് ഒരു അശരീരിയാണ് വരുന്നത്, ആകാശത്തു നിന്നുള്ള ഒരു അശരീരിയാണ് വരുന്നത്. ഇതൊക്കെയാണ് നാട്യോക്തികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഭിനയ രീതികളാണ്. അഭിനയ രീതികള് 4 തരത്തിലാണുള്ളത്. ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആംഗികം എന്ന് പറഞ്ഞാൽ എന്താ? ആംഗ്യങ്ങളിലൂടെ അഭിനയിക്കുന്നതാണ്. വാചികം എന്ന് പറഞ്ഞാൽ പറയുന്നതാണ്. ആഹാര്യം എന്ന് പറഞ്ഞാൽ എന്താ? വേഷഭൂഷാദികളിലൂടെ ഒരു കാര്യം കൺവേ ചെയ്യുന്നതിനെയാണ് ആഹാര്യം എന്നതുകൊണ്ട്
ഉദ്ദേശിക്കുന്നത്. വികാരങ്ങളിൽ നിന്ന്, ചില ഭാവങ്ങളിൽ നിന്ന് ഒരു കാര്യം കൺവേ ചെയ്യുന്നതിനെയാണ് സാത്വിക അഭിനയം എന്നതുകൊണ്ടും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ഈ പറയുന്ന അഭിനയ രീതികൾ ഏതിലാണ് വരുന്നത്? പ്രധാനമായിട്ടും അഭിനയ രീതികൾ ഈ ആട്ടക്കഥയുടെ ഭാഗത്തായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഈ സംസ്കൃത നാടകങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്? ലക്ഷണ നിർണയം ചെയ്തിരിക്കും, അതുപോലെ തന്നെ ഇന്ന രൂപങ്ങളിലാണെന്ന് പറഞ്ഞിരിക്കും. പിന്നെന്താ, ഈ പറയുന്ന പോലെ നാടക ഘടകങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കണ്ടീഷൻസിൽ അധിഷ്ഠിതമായിട്ടുള്ള നാടകങ്ങളാണ് സംസ്കൃത നാടകങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്. 1882 കേരളവർമ്മ വലിയകോയി തമ്പുരാൻ കേരളീയ ഭാഷാശാകുന്തളം എന്ന പേരില് വിവർത്തനം ചെയ്തു. ആദ്യം വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച ഏതിലാണ്? വിദ്യാവിനോദിനി എന്ന് പറഞ്ഞ മാസികയിലായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ CP അച്യുതമേനോന്റെ ഒരു പത്രം ഉണ്ടായിരുന്നല്ലോ, അതിൽ 1882 ആണ് വിദ്യാവിനോദിനിയിലാണ് ഈ പറയുന്ന കേരളീയ ഭാഷാ ശാകുന്തളം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ശേഷമാണ് ഇതിന് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം ഇത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് എഴുതുന്ന സമയത്ത് അദ്ദേഹം സ്വീകരിച്ചിരുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഒരു കേരളീയൻ എന്ന പേരായിരുന്നു ഇദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതില് കുറെ ദുർഗ്രാഹ്യമായിട്ടുള്ള പദങ്ങളും അതുപോലെ തന്നെ സംസ്കൃത പദങ്ങളെല്ലാം കടന്നുകൂടിയത് കൊണ്ട് ഇതിനെ ഒന്നുകൂടെ നവീകരിച്ച് മണിപ്രവാള ശാകുന്തളം എന്ന പേരില് പ്രസിദ്ധപ്പെടുത്തി. ഇതേ 1912 മരുമകനായിട്ടുള്ള AR രാജരാജവർമ്മ കുറച്ചുകൂടെ ലളിതവൽക്കരിച്ച് ശബ്ദത്തിനേക്കാളേറെ ആശയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മലയാള ശാകുന്തളം പ്രസിദ്ധീകരിക്കുന്നത്. നമ്മളിപ്പോ പഠിക്കുന്നത് 1882 കേരളവർമ്മ വലിയകോയി തമ്പുരാൻ കേരളീയ ഭാഷാ ശാകുന്തളം എന്ന പേരില് കൃതി എഴുതിയെന്നാണല്ലോ പറയുന്നത്. ഏകദേശം അതേ കാലത്തില് പ്രസിദ്ധീകരിച്ച മറ്റൊരു കൃതിയാണ് ഐല്യം തിരുനാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ശാകുന്തളത്തിന് ഭാഷാ ശാകുന്തളം എന്ന പേരിൽ വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്ത് ചെയ്തില്ല? കേരളവർമ്മയുടെ അത് അത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കേരളവർമ്മയെ തുടർന്ന് ഒരുപാട് പേര് എന്ത് ചെയ്യാൻ തുടങ്ങി? ശാകുന്തളം തന്നെ വിവർത്തനം ചെയ്യാൻ തുടങ്ങി. AR രാജരാജവർമ്മ 1912 മലയാള ശാകുന്തളം വിവർത്തനം ചെയ്തു. ഈ വെൺമണി പച്ച മലയാള പ്രസ്ഥാനത്തില് ഉള്ള PG രാമയ്യർ അഭിജ്ഞാന ശാകുന്തളം എന്നുള്ള പേരില് വിവർത്തനം നടത്തി. കേരള ശാകുന്തളം എന്നുള്ള പേരിൽ ആറ്റൂർ കൃഷ്ണപിഷാരടി വിവർത്തനം നൽകി. അഭിജ്ഞാന ശാകുന്തളം എന്നുള്ള പേരിൽ വള്ളത്തോൾ നാരായണ മേനോൻ വിവർത്തനം നൽകി. അതുപോലെ തന്നെ രാമഭദ്ര ദീക്ഷിതന്റെ ജാനകി പരിണയം എന്താക്കി? ചാത്തുക്കുട്ടി മന്നാടിയാർ 1889 വിവർത്തനം ചെയ്തു. ഉത്തരരാമചരിതവും ചാത്തുക്കുട്ടി മന്നാടിയാർ എന്ത് ചെയ്തു? 1892 വിവർത്തനം ചെയ്തു. ഇവിടെ നിന്നുള്ള വർഷങ്ങൾ നിങ്ങൾ നോക്കുക. ഈ വർഷങ്ങളൊക്കെ 1890, 91, 92, 93 ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിവർത്തനങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. മാളവികാഗ്നിമിത്രം K. നാരായണ മേനോൻ വിവർത്തനം ചെയ്തു 1890. വിക്രമോർവശിയം കൊട്ടാരത്തിൽ ശങ്കുണ്ണി വിവർത്തനം ചെയ്തു 1892. മാലതി മാധവം കൊട്ടാരത്തിൽ ശങ്കുണ്ണി വിവർത്തനം ചെയ്തു 1892. ശക്തിഭദ്രന്റെ ആശ്ചര്യ ചൂടാമണി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ 1893 വിവർത്തനം ചെയ്തത്. പന്തളം കേരളവർമ്മ വേണി സംഹാരം വിവർത്തനം ചെയ്തത് 916. മാളവികാഗ്നിമിത്രം AR രാജരാജവർമ്മ K. നാരായണ മേനോനെ കൂടാതെ വിവർത്തനം ചെയ്തത് 1916. സ്വപ്നവാസവദത്തം AR രാജരാജവർമ്മ വിവർത്തനം ചെയ്തപ്പോഴാണ് 1917. ചാരുദത്തം ഇപ്പോ TM ചുമ്മാറിന്റെ പുസ്തകത്തിൽ പറയുന്നത് ചാരുദത്തം ഒരു വിവർത്തന കൃതി എന്നുള്ളതിനേക്കാളേറെ ഒരു സ്വതന്ത്ര കൃതി എന്ന് പറയുന്നതായിരിക്കും ഉത്തമം എന്നുള്ള ഒരു അഭിപ്രായം പറയുന്നുണ്ട്. കാരണം വൃക്ഷഘടികത്തിലെ വിഷയവും ചാരുദത്തം എന്നുള്ള ഒരു സംസ്കൃത നാടകത്തിനെയും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു സ്വതന്ത്രമായി സ്വമനോധർമ്മം ഉപയോഗിച്ചുകൊണ്ട് വിവർത്തനം ചെയ്തിട്ടുള്ള കൃതിയാണ് ചാരുദത്തം എന്നുള്ളത്. അപ്പൊ അതിന് വിവർത്തനം എന്നതിനേക്കാളേറെ കൂടുതലായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നത് എന്താണ്? സ്വതന്ത്രം എന്നുള്ള രീതിയിൽ പെടുത്താന്നുള്ളതാണ് TM ചുമ്മാറിന്റെ അഭിപ്രായം. അനർഘരാഗം എന്നുള്ള ഒരു കൃതി കുമ്മനം ഗോവിന്ദപിള്ള വിവർത്തനം ചെയ്തിട്ടുണ്ട്. പ്രതിമാ നാടകം ഭാസന്റെ പ്രതിമാ നാടകം M. രാജരാജവർമ്മയും കുറ്റിപ്പുറത്ത് കേശവൻ നായരും ഒരുമിച്ച് ചേർന്ന് വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ഡിറ്റ് KP കറുപ്പന്റെ വിവർത്തന നാടകമാണ് ഭൈമി പരിണയം എന്നുള്ള നാടകം. ഇതിന്റെയൊക്കെ ഒരു ഭാഷാപരമായിട്ടുള്ള സവിശേഷത എന്താണെന്നറിയോ? ഭാഷാപരമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത് ആദ്യകാലത്ത്
പദ്യത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്ന നാടകങ്ങളിൽ നിന്ന് കുറച്ചു കാലം കഴിയുന്നതോടുകൂടി ഗദ്യത്തിനും പദ്യത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രവണത വന്നു. അതാണ് ഭാഷാപരമായിട്ടുള്ള ഏറ്റവും വലിയൊരു നവീകരണം എന്ന് പറയുന്നത്. എന്താണ്? പദ്യത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സാഹിത്യ മാതൃകകളെയും ഗദ്യത്തിലേക്ക് കൂടെ ആക്കാനുള്ള ഒരു ശ്രമം നടന്നത് ഈ ആദ്യകാല നാടകങ്ങളിലാണ്, ആദ്യകാല സംസ്കൃത വിവർത്തനത്തിന്റെ നാടകങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഇവരൊക്കെ ഇങ്ങനെ ഇരുന്ന് ഈ വിവർത്തനം ചെയ്യുന്ന ഇതേ കാലഘട്ടത്തില് ചില സ്വതന്ത്ര നാടകങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് കൊച്ചിപ്പൻ തരകൻ 1892 എഴുതിയിട്ടുള്ള മറിയാമ്മ നാടകത്തിനെ പറ്റിയിട്ടാണ്. ഇതിലാണ് ദുർമന്ത്രവാദം, അമ്മായിമ്മ പോര് മുതലായിട്ടുള്ള സാമൂഹിക വിപത്തുകളെ പറ്റി, അല്ലെങ്കിൽ പറയേണ്ട അനാചാരങ്ങൾ ഒഴിവാക്കുന്നതിനെ പറ്റി, സ്ത്രീധനത്തെ പറ്റി, അതുപോലെ തന്നെയുള്ള സ്ത്രീകളുടെ അരക്ഷിതാവസ്ഥയെ പറ്റിയിട്ടൊക്കെ ഉള്ള ഗൃഹാന്തരീക്ഷത്തിൽ എഴുതിയിട്ടുള്ള ഒരു നാടകം എന്ന് പറയുന്നത് മറിയാമ്മ നാടകമാണ്. ഏതോ ഒരു പരീക്ഷയിൽ, ഒരു കേട്ടറ്റ് പരീക്ഷയിലാണെന്ന് തോന്നുന്നു, ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകം ഏത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അതുപോലുള്ള പാട്ടബാക്കി, മറിയാമ്മ നാടകം, അങ്ങനെ കുറെ നാടകം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ എന്ത് ചെയ്തു എന്നറിയോ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത് അങ്ങ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് ഇട്ടു. കാരണം നമ്മളിത് പഠിക്കുന്ന സ്വതന്ത്ര നാടകം എന്നുള്ള കാറ്റഗറിയിലാണ് പല റെഫറൻസിലും ഈ മറിയാമ്മ നാടകം കിടക്കുന്നത്. പക്ഷെ ഇതൊരു സ്വതന്ത്ര നാടകമാണ്. പക്ഷെ മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകം ഏതെന്ന് ചോദിച്ചാൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളതല്ല, മറിയാമ്മ നാടകമാണ്. ആദ്യമായിട്ടൊരു സാമൂഹിക പ്രശ്നം മുഖ്യധാരയിൽ അവതരിപ്പിച്ച നാടകം എന്ന നിലയിൽ മറിയാമ്മ നാടകമാണ് മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകമായിട്ട് പറയുന്നത്. ഈ കാലഘട്ടത്തില് കുറച്ച് സ്വതന്ത്ര നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയും. ദക്ഷിണാസംഘം, ചന്ദ്രിക കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റേതാണ്. തോട്ടക്കാൽ ടിക്കാവമ്മയുടേതാണ് സുഭദ്രാർജുനം. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ഉമാവിവാഹം, എബ്രായക്കുട്ടി. അതായത് ആംഗലേയ രീതി അനുസരിച്ച്, അതായത് ഇംഗ്ലീഷ് നാടകങ്ങളുടെ രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ അത് അനുകരിച്ച് എഴുതിയിട്ടുള്ള, അതൊന്ന് പ്രചോദനം കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു നാടകമാണ് എബ്രായക്കുട്ടി എന്നുള്ള നാടകം. ചങ്ങനാശ്ശേരി രവിവർമ്മ കോയി തമ്പുരാൻ എഴുതിയിട്ടുള്ള നാടകമാണ് ഈ പറയുന്ന കവി സഭാ രഞ്ജനം എന്ന് പറയുന്ന നാടകം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതില് ഈ കവി സഭാ രഞ്ജനം, അതെ, ആരെങ്കിലും ഒന്ന് മൈക്കൊന്ന് ഓഫാക്കാവോ? മൈക്കൊന്ന് ഓഫാക്കാവോ? ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത് എന്താ? ഒരു കണക്ഷൻ പോയി കിട്ടി. കവിസഭാ രഞ്ജനം എന്നുള്ള ഈ ഒരു നാടകം 1893 കവിസഭാ രഞ്ജനം എഴുതിയത്. ഇതില് കഥാനായകനായിട്ട് വന്നിട്ടുള്ള ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. ഇത് കൂടാതെ AR രാജരാജവർമ്മ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കൊട്ടാരത്തിൽ ശങ്കുണ്ണി, വയസ്കര മൂസത്, വെൺമണി മഹൻ, നിധിരിക്കൽ മാണിക്കത്തനാർ മുതലായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടുള്ള, അഭിനയിച്ചു എന്നല്ല, കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു നാടകം കൂടിയാണ്, സ്വതന്ത്ര നാടകം കൂടെയാണ് 1893 എഴുതിയിട്ടുള്ള രവിവർമ്മ കോയി തമ്പുരാന്റെ കവിസഭാരഞ്ജനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാഷാഭോഷണി ഉണ്ടല്ലോ, ഈ പറയുന്ന ഭാഷാഭോഷണിയുടെ ഒരു രൂപീകരണത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. പിന്നെയുള്ള ഒരു നാടകമാണ് വയസ്കര മൂസന്റെ മനോരമ വിജയം. മനോരമ പത്രത്തിന്റെ ആവിർഭാവമാണ് ഇതിൽ വിഷയാക്കിയിട്ടുള്ളത്. ഭഗവത് ദൂത്, നടുവത്തച്ഛന്റെ ഭഗവത് ദൂത് 1892 നടുവത്ത് മഹന്റേതാണ് ഘോഷയാത്ര എന്നുള്ള കൃതി. VC ബാലകൃഷ്ണ പണിക്കരുടെ 1905 എഴുതിയിട്ടുള്ള നാടകമാണ് ഇന്ദുമതി സ്വയംവരം എന്നുള്ള കൃതി. ഇപ്പോ പലരും പല റെഫറൻസിൽ പഠിച്ചിട്ടുള്ളത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ദർപ്പവിച്ഛേദം എന്നുള്ളത് ആട്ടക്കഥയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പഴയ എന്താ പറയാ പല റെഫറൻസ് എടുത്ത് നോക്കുമ്പോൾ കണ്ടത്തിൽ വർഗീസ് മാപ്പിള എഴുതിയിട്ടുള്ള സ്വതന്ത്ര നാടകമാണ് ദർപ്പവിച്ഛേദം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ ആരും എതിർക്കുന്നില്ല. കാരണം പണ്ട് എഴുതിയിട്ടുള്ള നോവലുകളാണെങ്കിലും ആട്ടക്കഥയുടെ രൂപമാണെങ്കിലും ഗദ്യ രൂപമാണെങ്കിലും ഒക്കത്തിലുള്ളത് എന്താണ്? ഈ പറയുന്ന പോലെ ഈ പറയുന്നത് പോലെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള വേർഷനാണ്. ഇത് നോവലാണോ, ഇത് നാടകമാണോ എന്നൊന്നും അറിയാത്ത ഒരു അവസ്ഥയിൽ വരും. നിങ്ങൾക്ക് അറിയായിരിക്കും ആൾമാറാട്ടം അഥവാ നല്ല ഒരു കേളി സല്ലാപം, അതിനെ ഉള്ളൂര് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്
ആൾമാറാട്ടം എന്നുള്ളത് നോവലാണെന്നാണ് ഉള്ളൂര് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പോൾ മണലിൽ പറയുന്ന കാര്യം എന്താണ്? അത് നോവലല്ല, അത് നാടകമാണെന്ന് പിന്നീട് പോൾ മണലിൽ വാദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ഗദ്യത്തിന്റെ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് നോവലാണോ നാടകമാണോ അതോ ഇനിയിപ്പോ വേറെന്തെങ്കിലും ഭാഗമാണോ എന്നൊന്നും കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ എല്ലാം കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു അവിയൽ പരുവത്തിലുള്ള ഗദ്യമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പല റെഫറൻസിലും കാണുന്നത് എന്താണ്? ആട്ടക്കഥയാണെന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ അതല്ല കാര്യം. കണ്ടത്തിൽ വർഗീസ് മാപ്പിള എഴുതിയിട്ടുള്ള ഒരു സ്വതന്ത്ര നാടകമാണ് ദർപ്പവിച്ഛേദം എന്നുള്ള നാടകം. ഇതിന്റെ ഫുൾ പേര് എന്താണെന്നറിയാവോ? ദർപ്പവിച്ഛേദം അഥവാ രഘുകുല ആ അയച്ചുതരാ. ദർപ്പവിച്ഛേദം കാണിച്ചു തരാം കേട്ടോ. ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ഈ ഒരു ദർപ്പവിച്ഛേദത്തിന്റെ ഫുൾ പേര് എന്താണെന്നറിയോ? യദുകുല രാഘവം എന്നാണ്. യദുകുല രാഘവം എന്നാണ് ഇതിന്റെ പേര്. അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. രുക്മിണിയുടെയും ഗരുഡന്റെയും അഹങ്കാരത്തെ കൃഷ്ണൻ ശമിപ്പിച്ചതിനെ ഇതിവൃത്തമാക്കി കണ്ടത്തിൽ വർഗീസ് മാപ്പിള എഴുതിയിട്ടുള്ള ഒരു സ്വതന്ത്ര നാടകമാണ് ദർപ്പവിച്ഛേദം എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊരു ക്രിസ്ത്യൻ ഇതിവൃത്തമല്ല പറയുന്നത്. പകരം എന്താ? ശ്രീകൃഷ്ണൻ ഗരുഡന്റെയും രുക്മിണിയുടെയും രുക്മിണിയല്ല രുക്മിണിയുടെ ചേട്ടനുണ്ടല്ലോ, രുക്മിണിയുടെയും ഗരുഡന്റെയും ഗർവത്തെ വിച്ഛേദിപ്പിച്ചതിനെയാണ് ദർപ്പവിച്ഛേദം അഥവാ യദുകുല രാഘവം എന്നാണ് ഈ ഒരു കൃതിയുടെ ഫുൾ പേര്. ഇതേ കണ്ടന്റ്, ഇതേ ഇതിവൃത്തത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ KC കേശവപിള്ള രാഘവ മാധവം എന്ന പേരിൽ ഒരു സ്വതന്ത്ര നാടകം കൂടെ എഴുതിയിട്ടുള്ളത്. അടുത്ത നാടകമാണ് നിധീരിക്കൽ മാണിക്കത്തനാരുടെ ഒരു സ്വതന്ത്ര നാടകമാണ് ശോഭാരാജ വിജയം. ഇത് യുലീസസ് രാജാവ് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ യുദ്ധ അനുഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് എഴുതിയിട്ടുള്ള ഒരു സ്വതന്ത്ര നാടകമാണ് ശോഭാരാജ വിജയം എന്ന കൃതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃപാവലി എന്ന് പറയുന്നത് എന്താണ്? ഒരു ശുഭാന്ത്യ നാടകമാണ് കൃപാവലി എന്ന് പറയുന്ന നാടകം. പിന്നെ നിങ്ങൾക്കറിയായിരിക്കും കൊച്ചി രാജാവ് സ്ഥാനത്യാഗം നടത്തിയ സമയത്ത് KP കറുപ്പൻ അവതരിപ്പിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് ബാലകലേശം എന്ന് പറയുന്ന നാടകം. ഇതിനെ എതിർത്തുകൊണ്ടൊക്കെ നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഒരു വിമർശനമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വിമർശനത്തിന്റെ ഭാഗം പഠിക്കും. പണ്ഡിറ്റ് KP കറുപ്പന്റെ ബാലകലേശമാണ് മറ്റൊരു സ്വതന്ത്ര നാടകമായിട്ട് പറയാനുള്ളത്. പിന്നെയാണ് D പത്മനാഭൻ ഉണ്ണിയുടെ സ്വതന്ത്ര നാടകമാണ് അന്ത്യാമന്ത്രണം എന്ന് പറയുന്ന നാടകം. ഇത് അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള നാടകമൊന്നുമല്ല. അന്ത്യാമന്ത്രണം എന്നുള്ള നാടകം ആരുടേതാണ്? D പത്മനാഭൻ ഉണ്ണിയുടേതാണ്. ഈ കൃതിക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് M രാജരാജവർമ്മയാണ്. അത് ഓർക്കുക, M രാജരാജവർമ്മയാണ് D പത്മനാഭൻ ഉണ്ണിയുടെ അന്ത്യാമന്ത്രണം എന്ന് പറയുന്ന കൃതിക്ക് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതാണ് രവിവർമ്മ വിജയം, കുചേലഗോപാൽ എന്നുള്ള 2 കൃതി. കട്ടക്കയത്തിൽ ചെറിയ മാപ്പിളയുടേതാണ് ജൂത ജീവേശ്വരി, കലാവതി എന്നുള്ള 2 സ്വതന്ത്ര നാടകങ്ങള്. പിന്നെ എടമരത്ത് സെബാസ്റ്റ്യന്റേതാണ് വിഭു പ്രഭാവോദയം എന്നിങ്ങനെയുള്ള സ്വതന്ത്ര നാടകങ്ങൾ. പൊതുവെ നമ്മൾ റെഫറൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെയും ഇക്കാവമ്മയുടെയും അതുപോലെ തന്നെ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെയും എന്താ പറയാ സ്വതന്ത്ര നാടകങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, ബാക്കിയുള്ളവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേ കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന സ്വതന്ത്ര നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിന് ഒരു ചെറിയ ഒരു ക്ലാസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ധാരണ നൽകുക എന്നുള്ളത് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ബാക്കി ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ ക്ലാസ് കേൾക്കുക എന്നുള്ളതിനേക്കാളേറെ ഒരു ക്ലാസ്സിൽ നിന്ന് ഇത്ര കാര്യം കിട്ടുമെന്നുള്ളതല്ല. ഒരു ബേസ് ഉണ്ടാക്കിയ ശേഷം അതിന് എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻ വരുന്നു മനസ്സിലാക്കുക. ശേഷം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ചെയ്ത് പഠിക്കുക കേട്ടോ.